ധനുഷ് എഴുതി സംവിധാനം ചെയ്ത റായൻ എന്ന സിനിമയിലെ പല സീനുകളിലും നമുക്കൊരു രാവണൻ റെഫറൻസ് കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയെന്ന് വെച്ചാൽ ധനുഷിൻ്റെ കഥാപാത്രമായിട്ടുള്ള രായനെ രാവണനുമായിട്ട് ഉപമിക്കുന്ന രീതിക്ക്. എന്നാൽ രായൻ മാത്രമല്ല, ഇതിലെ ഓരോ പ്രധാന കഥാപാത്രങ്ങൾക്ക് പിന്നിലും ഈ ഒരു ഇതിഹാസത്തിലെ ഓരോ ആളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ രായൻ കണ്ടിറങ്ങിയ ആളുകൾ ഈ ഒരു സിനിമയെക്കുറിച്ച് ചില കുറ്റങ്ങളൊക്കെ പറയുകയുണ്ടായി. എന്നാൽ കുറ്റങ്ങൾക്കും അപ്പുറമുള്ള ധനുഷ് എന്ന എഴുത്തുകാരൻ്റെയും സംവിധായകൻ്റെയും ചില ബ്രില്യൻസ് ഈ സിനിമയിലുണ്ട്. നമുക്കിന്ന് രായൻ എന്ന സിനിമയെക്കുറിച്ചൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം സെറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോൾ രാമായണത്തിൽ രാവണനെക്കുറിച്ച് പറയുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ്. അതായത് രാവണൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ, ആളുകളെ ഉപദ്രവിക്കാതെ, രാവണനുണ്ടായിരുന്ന വീക്ക്നെസ്സുകളെല്ലാം മാറ്റി നിർത്തിയിട്ട് സ്വന്തം കാര്യം നോക്കി, സ്വന്തം കുടുംബവും നോക്കി അന്തസ്സായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കഥ? അങ്ങനെ ഒരു രീതിക്ക്, അങ്ങനെ ഒരു സിനാരിയോയിൽ ചെയ്തേക്കുന്ന ഒരു സിനിമയാണ് രായൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ അതുപോലെ മനസ്സിലാക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞൊരു തീമും ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോണ കാര്യങ്ങളും ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളും ഞാൻ ആസ്വദിച്ച കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു തീം വെച്ചിട്ട്, ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഈ ക്യാരക്ടേഴ്സിനെ അത്രയും ഒന്ന് നോക്കാം. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു രായൻ എന്ന് പറയുന്നത് രാവണനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമുക്ക് രായൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് സംസാരിക്കണം. നിങ്ങൾ നോക്കിയാൽ മതി, ഈ സഹോദരങ്ങൾക്കിടയിൽ ഏറ്റവും മൂത്ത ആളാണ് രായൻ, അല്ലേ? രായന് 2 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. ഇതുപോലെ തന്നെ രാവണനും 2 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. ആദ്യം തന്നെ നമുക്ക് കാളിദാസൻ്റെ മാണിക്യവേൽ റായനെക്കുറിച്ച് പറയാം. ഇവിടെ മാണിക്യവേൽ റായനാണ് വിഭീഷണൻ. വിഭീഷണൻ എന്ന് പറയുമ്പോൾ ആരാണ്? രാവണൻ്റെ സഹോദരങ്ങളിലേക്ക് വെച്ച് ഏറ്റവും കൂടുതൽ ധർമ്മബോധവും അതുപോലെ തന്നെ ലങ്കയുടെ നന്മയ്ക്ക് വേണ്ടി ശക്തനായ തൻ്റെ ചേട്ടനെ ഒപ്പോസ് ചെയ്യാൻ പോലും ധൈര്യപ്പെട്ട ഒരാളാണ് ഈ ഒരു വിഭീഷണൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാവണൻ്റെ മരണശേഷം ലങ്കയുടെ ഭരണം ഏറ്റെടുത്തത് വിഭീഷണനായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പല ചായ്വുകളും നമുക്ക് മാണിക്യവേലിൽ കാണാൻ പറ്റുന്നുണ്ട്. മാണിക്യം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണോ വിഭീഷണൻ തൻ്റെ സഹോദരങ്ങളിലേക്ക് വെച്ച് ധർമ്മജ്ഞാനം കൊണ്ട് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ എടുത്തെറിയുന്നു, അതുപോലെ തന്നെ മാണിക്യവേൽ തൻ്റെ മറ്റുള്ള സഹോദരങ്ങളിലേക്ക് വെച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് എടുത്തെറിയുന്നു. അതിൽ പല സമയങ്ങളിലും കോളേജിൽ പോയി പഠിപ്പുള്ളവൻ ഇവനാണ് എന്ന് പല സമയങ്ങളിലും എടുത്തു പറയുന്നുണ്ട്, അല്ലേ? പിന്നത് മാത്രമല്ല, വിഭീഷണനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാവണൻ്റെ മരണശേഷം ലങ്കയുടെ ഭരണാധികാരിയാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഇവിടെ മാണിക്യവേൽ റായൻ എന്ന് പറയുന്ന കഥാപാത്രം കോളേജ് ഇലക്ഷനിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ആ ഒരു ഭരണത്തെ സൂചിപ്പിക്കുന്നുണ്ട്, അല്ലേ? അടുത്തത് മുത്തുവേൽ റായൻ. അപ്പം മുത്തുവേൽ റായൻ സഹോദരങ്ങളിലെ 2ാമനാണ്. പിന്നെ അത് മാത്രമല്ല, ഈ സഹോദരങ്ങളിലേക്ക് വെച്ച് യാതൊരു ശ്രദ്ധയും ഇല്ലാതെ, യാതൊരു ഒരു കാര്യത്തെക്കുറിച്ചും സീരിയസ് അല്ലാതെ തോന്നിവാസം കണക്ക് പ്രശ്നം ഉണ്ടാക്കി കിടക്കുന്ന ഒരാളാണ് ഈ ഒരു മുത്തുവേൽ റായൻ എന്ന് പറയുന്നത്, അല്ലേ? സത്യം പറഞ്ഞാൽ മുത്തുവേൽ റായനെ ഇവിടെ ചെയ്തേക്കുന്നത് കുംഭകർണനെ ബേസ് ചെയ്തിട്ടാണ്. കുംഭകർണനിൽ എന്തെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ എടുത്ത് മാറ്റിയ മുത്തുവേൽ റായനായി. അപ്പോൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളറിയാം കുംഭകർണൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഭീമാകാരമായിട്ടുള്ള സൈസും ഭക്ഷണവുമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ പല സന്ദർഭങ്ങളിലും മുത്തുവേൽ റായൻ ഭക്ഷണം കഴിക്കുന്ന സീനുകൾ എടുത്തു കാണിക്കുന്നുണ്ട്. ആദ്യമായി ഇവരുടെ ഹോട്ടലിൽ നിന്ന് അനിയത്തിക്ക് ഫുഡ് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് അനിയത്തിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഫുഡ് ഒരു കൂസലും ഇല്ലാതെ എടുത്തു വെച്ച് കഴിക്കുന്ന മുത്തുവേൽ റായനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ള സഹോദരങ്ങളെല്ലാം ഒരുമിച്ച് വന്നിട്ടാണ് കഴിച്ചു തുടങ്ങിയതെങ്കിൽ ആദ്യമേ മുത്തുവേൽ റായൻ വന്നിരുന്ന് കഴിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫൈറ്റ് ഉണ്ടായതിനു ശേഷം ഒരു ടെൻഷനും ഇല്ലാതെ മുത്തുവേൽ റായനിരുന്ന് കഴിക്കുന്നത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ധനുഷിൻ്റെ കഥാപാത്രമായിട്ടുള്ള റായൻ ചോദിക്കുന്നുണ്ട്, അവിടെ ഒരു ഫൈറ്റ് ഉണ്ടാക്കി അത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തതിന് ശേഷം നേരെ ചൊവ്വേ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ തിന്നാൻ പറ്റുന്നത് എന്നിങ്ങനെ എടുത്തു ചോദിക്കുന്നൊരു സീൻ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഒരു സംഭവം പല സ്ഥലങ്ങളിലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു റായൻ സഹോദരങ്ങളിൽ അവരുടെ ഹൈറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മുത്തുവേൽ റായനാണ് ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള ആൾ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് കുംഭകർണൻ്റെ ഭീമാകാരമായിട്ടുള്ള ഒരു രൂപം തന്നെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അടുത്തത് വന്നിട്ട് ഈ സിനിമയിലെ ഏറ്റവും പവർഫുൾ കഥാപാത്രമായിട്ടുള്ള ദുർഗയാണ്. ദുഷറ അവതരിപ്പിക്കുന്ന ദുർഗ എന്ന ഈ ഒരു കഥാപാത്രം ശൂർപ്പണഖയെ ബേസ് ചെയ്താണ് ചെയ്തേക്കുന്നത്. കാരണം എന്താണ്, ഈ ഒരു റായൻ സഹോദരങ്ങളിലെ ഏക പെൺതിരിയാണ് ദുർഗ. അതുപോലെ രാവണൻ്റെ സഹോദരങ്ങൾക്കിടയിലുള്ള ഏക അനിയത്തിയാണ് ശൂർപ്പണഖ. ഇനി രണ്ടും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. എന്താണ്? രാവണൻ്റെ അന്ത്യം തുടങ്ങാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചത് ശൂർപ്പണഖയാണ്. ഒരാവശ്യമില്ലാതെ കാട്ടിൽ പോയിട്ട് കല്യാണം കഴിഞ്ഞ ഒരാളെ, രാമനെ, സമാധാനമായിട്ട് തൻ്റെ ഭാര്യയും അനുജനുമൊത്ത് കാട്ടിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന രാമനെ പോയി കാണുകയും രാമൻ്റെ സൗന്ദര്യം കണ്ടപ്പോഴത്തേക്കും രാമനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം തോന്നുകയും അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഓരോ പരിപാടികൾ കാണിച്ചു കൂട്ടുകയും രാവണൻ്റെ അടുത്ത് ചെന്ന് പറയുകയൊക്കെ ചെയ്തതിനെ തുടർന്നാണ് രാവണൻ്റെ അന്ത്യത്തിൻ്റെ തുടക്കം. ഇതുപോലെ തന്നെ
ദുർഗ എന്ന കഥാപാത്രത്തിൻ്റെ കല്യാണം തീരുമാനിക്കുന്ന സമയം തൊട്ടാണ് രായൻ്റെ ജീവിതം തലകീഴായിട്ട് മറിയുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു കല്യാണത്തിന് വേണ്ടി ചിലവിനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി മറ്റ് സഹോദരങ്ങൾ ഓരോ സ്ഥലത്ത് പോകുന്നു. അതിനെ ഫോളോ അപ്പ് ചെയ്ത് ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു. ആ ഫൈറ്റിനെ ഫോളോ അപ്പ് ചെയ്തിട്ട് രായന് ചില കൈവിട്ട കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് രായൻ്റെ ലൈഫ് തന്നെ തലകീഴായി മറിഞ്ഞതല്ലേ? അപ്പോൾ അവിടെ രണ്ടിടത്തും അങ്ങനെ ഒരു ഫാക്ടർ വരുന്നുണ്ട്. എന്നാൽ ദുർഗ എന്ന കഥാപാത്രം ശൂർപ്പണഖയെ ബേസ് ചെയ്താണെന്ന് പറയുമ്പോഴത്തേക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ. എല്ലാ അർത്ഥത്തിലും ശൂർപ്പണഖയെക്കാട്ടിയും ബെറ്ററാണ് ദുർഗ. എങ്ങനെയെന്ന് വെച്ചാൽ ശൂർപ്പണഖ തൻ്റെ സ്വാർത്ഥ ആഗ്രഹങ്ങളുടെ പുറത്താണ് ചേട്ടനെ ഉന്തിത്തള്ളി ഇറക്കി വിടുന്നത്, അല്ലേ? എന്നാൽ ഇവിടെ ദുർഗ ഒരാവശ്യം വന്നപ്പോൾ, തൻ്റെ ചേട്ടനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ തനിക്കുണ്ടായ പ്രശ്നങ്ങൾ പോലും മറന്ന് ചേട്ടൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അവിടെ സ്വാർത്ഥത എന്നൊരു സംഭവം ദുർഗ കാണിക്കുന്നില്ല. എന്നാൽ അതുമാത്രമല്ല, സിനിമയിലെ പല സന്ദർഭങ്ങളിലും ദുർഗ വളരെ ശക്തമായിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളും ഒക്കെ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി നമുക്ക് സിനിമയിൽ ധനുഷിൻ്റെ ക്യാരക്ടറായിട്ടുള്ള രായനെക്കുറിച്ച് തന്നെ പറയാം. രായൻ്റെ ഫുൾ നെയിം വന്നിട്ട് കാത്തവരായൻ എന്നാണ്. ഈ കാത്തവരായൻ എന്ന് പറയുന്ന വാക്ക് പരമശിവൻ്റെ പേരുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ രായൻ എന്നാണ് ഏറ്റവും കൂടുതൽ തവണ ധനുഷിൻ്റെ കഥാപാത്രത്തെ വിളിക്കുന്നത്. എന്നാൽ ഈ ഒരു രായൻ എന്ന വാക്കെടുത്ത് നോക്കിയാൽ രാവൺ എന്ന വാക്കുമായിട്ട് വളരെ സിമിലർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാത്തവരായൻ എന്ന് പേരിട്ടതും രായൻ എന്ന് ഷോർട്ടാക്കി വിളിച്ചതിൻ്റെയും അർത്ഥം എന്തെന്ന് വെച്ചാൽ അത് രാവണനും രാവണൻ്റെ ശിവഭക്തിയും സൂചിപ്പിക്കുന്ന ഒന്നാണെന്ന് നമുക്ക് വേണേൽ പറയാം. പിന്നെ ഈ ഒരു സഹോദരങ്ങൾക്കിടയിൽ ഏറ്റവും മുതിർന്ന ആളാണ്, അതൊന്നാമത്തെ കാര്യം. പിന്നെ അത് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും രായൻ ഒരേ സമയത്തിലൊരു ഒരു ആസുരീയ ടെൻഡൻസി രായനിൽ കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഫൈറ്റ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം വളരെ ബ്രൂട്ടലായിട്ട് രായൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെ എടുത്ത് പറയണം, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്. അതായത് ഇതിലെ ആയുധമെടുക്കുന്ന പല ക്യാരക്ടേഴ്സും മാറ്റി ആയുധങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷേ രായൻ മാത്രം എപ്പോഴും ആ ഒരു സൂചി പോലത്തെ നീളമുള്ള ആ ഒരു ആയുധം വെച്ചാണ് എപ്പോഴും ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ പറയാം, രാവണൻ ഏറ്റവും കൂടുതൽ പ്രശസ്തമായിരുന്ന ഒരു ആയുധം ഉണ്ടായിരുന്നു, ചന്ദ്രഹാസം എന്ന് പറയുന്ന വാള്. മഹാദേവൻ കൊടുത്തിട്ടുള്ള ചന്ദ്രഹാസം എന്ന് പറയുന്ന ആ ഒരു വാള്. അപ്പോൾ എങ്ങനെ രാവണൻ്റെ വെപ്പൺ, അതായത് രാവണൻ്റെ സിഗ്നേച്ചർ ആയുധം ചന്ദ്രഹാസമായോ, അതുപോലെ രായൻ്റെ സിഗ്നേച്ചർ ആയുധമായിട്ട് ആ ഒരു സൂചിയുണ്ട് ഇവിടെ. അപ്പോൾ സൂചി വേണേൽ ചന്ദ്രഹാസവുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയാം. പക്ഷേ രായൻ്റെ ആ ഒരു രാവണൻ എഫക്റ്റ്, ആ ഒരു ആസുരീയ ടെൻഡൻസി കൂടുതലും നമ്മൾ കാണുന്നത് ആ ഫൈറ്റ് ചെയ്യുന്ന സമയങ്ങളിലാണ്. അല്ലാത്തപ്പോൾ നോർമലായിട്ട് സാധാരണ ആളുകൾ റിലാക്സ് ആയിട്ടിരിക്കുന്നത് പോലെ ഒന്നും നമ്മൾ രായനിൽ കാണാറില്ല. എപ്പോഴും ഒരു മിസ്റ്റീരിയസ് സൈലൻസിലാണ്. ചെറിയ വാക്കുകളിൽ സംസാരിച്ച് ചെയ്യിപ്പിക്കേണ്ട കാര്യങ്ങൾ ചെയ്തെടുക്കാൻ രായനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സെൽവരാഘവൻ്റെ കഥാപാത്രം ആരാണ്? ആരോരുമില്ലാത്ത 4 കുട്ടികൾ ടൗണിലേക്ക് വന്നപ്പോൾ അവർക്ക് ഗാർഡിയനായി മാറിയ ആളാണ് സെൽവരാഘവൻ്റെ കഥാപാത്രമായിട്ടുള്ള ശേഖർ. അപ്പോൾ നമുക്ക് വേണേൽ സെൽവരാഘവൻ്റെ കഥാപാത്രമായിട്ടുള്ള ശേഖറിനെ രാവണൻ്റെ അപ്പൂപ്പനായിട്ടുള്ള സുമാലിയായിട്ട് കമ്പയർ ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഈ സിനിമയുടെ ഒരു പശ്ചാത്തലമെന്ന് പറയുമ്പോൾ രാവണൻ ആർക്കും ഒരു ഉപദ്രവമില്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിക്കാണ് ഈ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം പോകുന്നതെന്ന് വേണേൽ നമുക്ക് പറയാം. അങ്ങനെ മര്യാദയ്ക്ക് ജീവിക്കുന്ന രാവണൻ്റെ ലൈഫിലോട്ട് ആ ഒരു ലൈഫിനെയും കുടുംബത്തിനെയും ആക്രമിക്കാനും പുറത്തു നിന്നൊരാൾ വന്നാൽ ഏതറ്റം വരെ രാവണൻ പോയി തൻ്റെ കുടുംബത്തെ രക്ഷിക്കും എന്നുള്ള ഒരു സിനാരിയോയെ ബേസ് ചെയ്തെന്ന് വേണേൽ നമുക്ക് പറയാം. അപ്പോൾ രാവണൻ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചിരുന്നെങ്കിൽ അവിടെ ശ്രീരാമന് വരേണ്ട ആവശ്യമുണ്ടാകത്തില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ വില്ലന്മാരെ ക്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ശ്രീരാമനും ലക്ഷ്മണനും ഒക്കെ എന്തായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. കാരണം ഈ സിനിമയിലെ മെയിൻ വില്ലനായിട്ടുള്ള എസ് ജെ സൂര്യയുടെ കഥാപാത്രമായിട്ടുള്ള സേതു, ഈ പുള്ളിക്കാരൻ്റെ 2 ഭാര്യമാരാണ്. അങ്ങനെ ഇടാനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ശ്രീരാമൻ ഒരൊറ്റ ഭാര്യയുള്ള ആളാണ്, ഏകപത്നി വ്രതമെടുത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് വില്ലൻ കഥാപാത്രത്തിന് 2 ഭാര്യമാരുള്ള ഒരാളെന്നുള്ള രീതിക്ക് ഇത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വില്ലൻ കഥാപാത്രത്തിൻ്റെ സേതുവിൻ്റെ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്ന ഒരാൾ, അയാളാണ് രായൻ്റെ സഹോദരിയായിട്ടുള്ള ദുർഗയെ ഉപദ്രവിക്കുന്നത്, അല്ലേ? അപ്പം അയാൾ ലക്ഷ്മണൻ എന്തായിരുന്നോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ഈ വില്ലൻ്റെ അനിയനല്ല, പക്ഷെ അനിയനെ പോലെ എന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, രാമലക്ഷ്മണന്മാരെന്തായിരുന്നു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇതിലെ വില്ലന്മാരെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ സിനിമ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും പൈസയുടെ ആവശ്യത്തിനായിട്ട് രായൻ അറിയാതെ മാണിക്യവും അതുപോലെ തന്നെ മുത്തുവും വില്ലനായിട്ടുള്ള സേതുവിൻ്റെ പക്ഷത്തിലേക്ക് ചാടുന്നതും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇവിടെ മാണിക്യം ചാടിയതൊക്കെ കാരണം രാമായണത്തിൽ രാവണൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം
വിഭീഷണൻ രാമൻ്റെ സൈഡ് ചേരുന്നുണ്ട്. പക്ഷേ കുംഭകർണൻ എന്തിനു മാറിയത്, അതായത് മുത്തു എന്തിനു മാറിയത്? ഇവിടെ മുത്തു അല്ലേ ആദ്യം മാറുന്നതായിട്ട് കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യമുണ്ട്, കുംഭകർണനുണ്ടല്ലോ തൻ്റെ ചേട്ടനെ പ്രതിനിധീകരിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ വന്നുവെന്നും ചേട്ടനെ ഏതെങ്കിലും രീതിക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള രീതിക്ക് ഫൈറ്റ് ചെയ്തു എന്നുള്ളതെല്ലാം നേരെ തന്നെയാണ്. പക്ഷേ ചേട്ടൻ്റെ പ്രവൃത്തി ദോഷം കൊണ്ട് തന്നെയാണ് ആ ഒരു യുദ്ധം അവിടെ അരങ്ങേറിയതും അത് ചേട്ടൻ്റെ കുറ്റം തന്നെയാണെന്നുള്ള രീതിക്ക്, രാവണൻ്റെ കുറ്റം തന്നെയാണെന്നുള്ള രീതിക്ക് പല സന്ദർഭങ്ങളിലും കുംഭകർണൻ എന്താ പറയുക അതിൻ്റെ ആ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ശരീരം കൊണ്ട് കുംഭകർണൻ യുദ്ധഭൂമിയിൽ ഫൈറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ പോലും തൻ്റെ ചേട്ടൻ്റെ സ്റ്റാൻഡിനോടും ചിന്തയോടുമെല്ലാം കുംഭകർണൻ എതിരായിരുന്നു എന്ന് തന്നെ നമുക്ക് വേണേൽ പറയാം. പക്ഷേ ഇവിടെ മുത്തു ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്കും തൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഇയാൾ പോയെന്ന് മാത്രമല്ല, മുത്തു തൻ്റെ അനുജനായിട്ടുള്ള മാണിക്യത്തിനെയും കൂടെ കൊണ്ടുവന്നു. മാണിക്യം സ്വന്തം ഇഷ്ടപ്രകാരം മാറിയതല്ല, മുത്തു നിർബന്ധിച്ചത് കൊണ്ട് മാത്രം മാണിക്യം ചേട്ടൻ്റെ കൂടെ, അതായത് മുത്തുവിൻ്റെ കൂടെ സേതുവിൻ്റെ പക്ഷത്തിലേക്ക് പോയതാണ്. പിന്നെ അത് മാത്രമല്ല, സേതുവിനും രായനും ഇടയിൽ നടക്കുന്ന ആ ഒരു ഉരസൽ അത് ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ലായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യവും. പക്ഷേ ഈ രണ്ട് സഹോദരങ്ങൾ മാറിയെങ്കിലും ചെറുപ്പം മുതലേ തന്നെ സ്നേഹിച്ച് വളർത്തിയ ചേട്ടനെ കളഞ്ഞിട്ട് പോകാൻ ദുർഗയ്ക്ക് തോന്നിയില്ല. ഏതറ്റം വരെയും പോയി തൻ്റെ ചേട്ടനെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരും. തൻ്റെ ചേട്ടൻ ഈ അവസ്ഥയുണ്ടാക്കിയ ആളുകളോടും തന്നെ ഉപദ്രവിച്ച ആളോടും താൻ പ്രതികാരം വീട്ടും എന്നുള്ള രീതിക്ക് തന്നെ ദുർഗ നിൽക്കുന്നതായി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞോ? ഇല്ല. പ്രകാശ് രാജിൻ്റെ കഥാപാത്രം അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. പ്രകാശ് രാജിൻ്റെ കഥാപാത്രം ആരാണ്? അപ്പോൾ ഇവിടെ ഈ ഒരു ടൗണിൽ പ്രകാശ് രാജ് വരുന്നത് എന്തിനാണ്? അവിടെ ഉണ്ടായിരുന്ന കുറ്റവാളികളെ അത്രയും തമ്മിലടുപ്പിച്ച് തീർത്ത് ആ ടൗൺ ക്ലീനാക്കുക. അതിനുവേണ്ടി തമ്മിലടുപ്പിക്കാൻ പല പരിപാടികൾ പ്രകാശ് രാജ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമുക്കിങ്ങനെ പറയാം, ആ ഒരു ടൗൺ, അതായത് ആ ഒരു കുറ്റവാളികളുള്ള ടൗൺ ചുട്ട് ചാമ്പലാക്കുന്നു എന്നുള്ള രീതിക്ക് പറയാം. മനസ്സിലായി കാണും. പ്രകാശ് രാജിൻ്റെ കഥാപാത്രത്തെ നമുക്ക് വേണേൽ ഹനുമാനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹനുമാന് ഒരു പക്ഷത്തിൽ ഉറച്ചു നിൽക്കാനായിട്ട് ഇവിടെ രാമനില്ലല്ലോ. ഇപ്പോൾ രാമനില്ലാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ പ്രകാശ് രാജിൻ്റെ കഥാപാത്രം ഇങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെയുള്ള അത്ര കുറ്റവാളികളെയും കൂടെ തമ്മിൽ അടുപ്പിച്ച് തീർക്കുന്നത്. പക്ഷേ ഒരാവശ്യം വന്നപ്പോഴത്തേക്കും പ്രകാശ് രാജ് സൈഡ് ചെയ്തത് രായനുമായിട്ടാണ്. കാരണം എന്താണ്? ഇവിടെ സൽഗുണങ്ങളുള്ളത് രായനാണ്. കുറച്ച് ഫൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ടെങ്കിലും മാനമര്യാദയ്ക്ക് ജീവിക്കുന്നത് വന്നിട്ട് രായനാണ്. അതുകൊണ്ട് രായനെ ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവരെ തീർക്കാനായിട്ടുള്ള ഒരു പ്ലാൻ പ്രകാശ് രാജ് ഇടുന്നുണ്ട്. അതിന് പിന്നിലും ഇയാളുടെ മനസ്സിൽ ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ഇപ്പോൾ രായൻ എങ്ങനെ രാവണൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡാകുന്നു, അല്ലെങ്കിൽ രാവണനെക്കാട്ടിയും ബെറ്റർ ആകുന്നു എന്ന് പറയാനായിട്ട് ഈ സിനിമയിലെ മറ്റൊരു സീനും കൂടെ നമുക്ക് എടുത്തു പറയാൻ പറ്റും. ഇപ്പോൾ രാമായണത്തിൽ ലങ്ക ആദ്യം ഭരിച്ചിരുന്നത്, അതായത് രാവണന് മുമ്പ് ഭരിച്ചിരുന്നത് കുബേരൻ എന്ന് പറയുന്ന ആളായിരുന്നു. ഈ കുബേരനെ കീഴ്പ്പെടുത്തിയതിന് ശേഷമാണ് രാവണൻ ലങ്കയുടെ ഭരണം തുടങ്ങിയതും ഈ കുബേരൻ്റെ പുഷ്പക വിമാനമൊക്കെ അടിച്ചെടുക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ അൾട്ടിമേറ്റ്ലി രാവണൻ അത് ചെയ്തത് രാവണനും സർവോപരി രാവണൻ്റെ സന്തോഷത്തിനും പിന്നെ രാവണൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിനും കൂടെ വേണ്ടിയിട്ട് തന്നെയാണ്. രായനും ആയുധമെടുത്തത് തൻ്റെ സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. സഹോദരങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു, സ്വന്തം ലാഭത്തിന് വേണ്ടിയല്ലായിരുന്നു. അതെടുത്ത് പറയുന്ന ഒന്നാണ് ആ ഇൻ്റർവെല്ലിന് മുമ്പുള്ള ഫൈറ്റ് സീക്വൻസ് ഉണ്ടല്ലോ. രായൻ താമസിക്കുന്ന ആ സ്ഥലത്ത് മെയിനായിട്ട് നിന്നിരുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ദൊര എന്ന് പറയുന്ന ആൾ. ദൊരേനെ ഇവർ 3 പേരും കൂടെ ഒരു രാത്രി കൊണ്ട് അവരുടെ അത്ര ടീമിനെ ഇല്ലാണ്ടാക്കി ദൊരയും തീർത്തു. എന്നിട്ട് രായൻ ദൊരയുടെ അത്ര കൺട്രോളിലുള്ള സംഭവങ്ങൾ അത്ര ഏറ്റെടുക്കുകയല്ല രായൻ ചെയ്തത്. രാവണൻ എന്താ ചെയ്തത്? കുബേരനെ തോപ്പിച്ചിട്ട് കുബേരൻ്റെ കൺട്രോളിലുള്ള ലാൻഡ് അത്രയും, ലങ്ക അത്രയും പിടിച്ചെടുത്തു അല്ലേ? എന്നാൽ അതുപോലൊരു പരിപാടി രായൻ ചെയ്യുന്നില്ല. രായൻ തൻ്റെ കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നൊരൊറ്റ കാരണം കൊണ്ടാണ് ദൊരയെ തീർത്തത്. ദൊരയെ തീർത്തിട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ തിരിച്ചു പോവുകയും അടുത്ത ദിവസം തൻ്റെ ഹോട്ടലിലേക്ക്, താൻ നടത്തുന്ന ഫാസ്റ്റ് ഫുഡ് ഹോട്ടലിലേക്ക് പോവുകയാണ് രായൻ ചെയ്തത്. ഈ സന്ദർഭത്തിൽ രായൻ്റെ ഇളയ സഹോദരനായിട്ടുള്ള മുത്തു, കുംഭകർണനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മുത്തുവേൽ രായനോട് പറയുന്നുണ്ട്, ദൊരയുടെ ബിസിനസ് എല്ലാം നമുക്ക് ടേക്ക് ഓവർ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നല്ലതുപോലെ രായൻ ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാവണൻ്റെ വളരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു പോർട്രയൽ തന്നെയാണ് ഇവിടെ രായനെ കാണിച്ചിരിക്കുന്നത്. സർവോപരി രായൻ രാവണനാണെന്ന് ഈ ഒരു ഡയറക്ടർ തന്നെ വിളിച്ച് പറയുന്നത് സിനിമയുടെ ക്ലൈമാക്സ് ഫൈറ്റ് സീക്വൻസിലൊക്കെയാണ്. കാരണം രായൻ ഇരിക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് രാവണൻ്റെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ആ പുകയുടെ ഇടയിൽ കൂടെ രായൻ നടന്നു വരുമ്പോൾ 10 തല ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതൊന്നും വളരെ ആർട്ടിഫിഷ്യൽ അല്ലാതെ ആ ഒരു പുകയുടെ രൂപത്തിൽ, ആ പുകകളെല്ലാം കൂടെ ചേർന്നിങ്ങനെ ഇരിക്കുന്നത് പോലെ വളരെ നല്ല രീതിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ദുർഗ തന്നെ ഉപദ്രവിച്ചതിനെ വെട്ടിക്കൊല്ലുന്നതിന് തൊട്ട് മുൻപ് ബാക്കിൽ ആ ദേവിയുടെ കൈകൾ വരുന്ന ആ ഒരു സീനുണ്ടല്ലോ, അതും ആ ഒരു പുകകളും പൊടിപടലങ്ങളും വെച്ച് വളരെ എന്താ പറയുക, അധികം ആർട്ടിഫിഷ്യലായിട്ട് തോന്നാത്ത രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം വളരെ മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. കാരണം
ധനുഷ് എന്ന് പറയുന്ന നടനെക്കാട്ടിയും ധനുഷ് എന്ന് പറയുന്ന റൈറ്റർ ഡയറക്ടറിൻ്റെ ആ ഒരു കഴിവ് ഈ ഒരു സിനിമയിൽ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു സിനിമാറ്റിക് ബ്യൂട്ടി രായൻ എന്ന് പറയുന്ന സിനിമയ്ക്കുണ്ടായിരുന്നു. ആ സിനിമ ഒന്നുകൂടെ ഒന്ന് കണ്ടു വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി സിനിമകൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതാണ് രായനെക്കുറിച്ചുള്ള വിശേഷങ്ങളും രായനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടൻറ്റുമായി കാണുന്നത് വരെ